നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ കാണുകയും അതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങളും എൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം കുറച്ചു പേര് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ച്, അതായത് BP, കൊളസ്ട്രോൾ, ഷുഗർ, ലിവറിന്റെ പ്രോബ്ലം, ഹാർട്ടിന്റെ പ്രോബ്ലം, ഇതിനെല്ലാത്തിനും കൂടി ചെയ്യാവുന്ന ഒരൊറ്റ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഒറ്റ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള എല്ലാം കൂടി ചെയ്യാവുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരൊറ്റ വ്യായാമം. അത് നമ്മൾ സാധാരണ പറയും പോലെ തന്നെ ജോഗിങ് ആണ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ ജോഗിങ്ങിൽ നമ്മൾ സാധാരണ ഒരു ചെറിയ വാമിംഗ് അപ്പിന് ശേഷം ഒരു ചെറിയ ഡംബൽ ഉപയോഗിച്ചുള്ള ഒരു വ്യായാമം കൂടെ ഉണ്ട്. ചെറിയൊരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 കിലോ ഭാരമുള്ള 2 ഡംബൽ, 2 കിലോ വീതം ഭാരമുള്ള 2 ഡംബൽ. അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കുപ്പി മിനറൽ വാട്ടർ വരുന്ന 1 ലിറ്ററിന്റെ ഓരോ കുപ്പികൾ എടുക്കുക, നിറയെ വെള്ളം എടുക്കുക, ഒരേപോലെ വെള്ളം എടുക്കണം. എന്നിട്ട് അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ആ കുപ്പിയിലാകുമ്പോൾ പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡംബൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 രീതിയിൽ. അപ്പോൾ സാധാരണ ഒരു വാമിംഗ് അപ്പ്, പിന്നെ ഡംബൽ ഉപയോഗിച്ചുള്ള വ്യായാമം, കുറച്ച് സ്ട്രെച്ചിങ്, അവസാനം ഒരു യോഗ നിദ്ര. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് നോക്കി ചെയ്യുക. നല്ല ഉത്സാഹത്തോടെ, നല്ല ആരോഗ്യത്തോടെ കൂട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം ചെറിയൊരു വാമിംഗ് അപ്പ് എക്സസൈസ്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നടന്നാൽ മതി. വെറുതെ നടക്കുക ഇങ്ങനെ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത വാമിംഗ് അപ്പ് എന്ന് പറയുമ്പോൾ കൈകൾ ഇങ്ങനെ വീശുക, കാലുകൾ ഇങ്ങനെ അകത്ത് അടുപ്പിക്കുക. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം. ഇത് വേണം ചെയ്യാം. കമോൺ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഓക്കെ, ഓരോ സെറ്റിന് ശേഷവും നിങ്ങൾക്ക് വേണ്ടത്ര വിശ്രമം കൊടുക്കാം. വേണ്ടത്ര വിശ്രമം എന്ന് പറഞ്ഞാൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ 20 സെക്കൻഡ് വരെ മാത്രമേ റെസ്റ്റ് കൊടുക്കാവുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബോഡി തണുത്തു പോകും. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം 20 സെക്കൻഡ് ആയെന്ന് വിചാരിക്കുക. അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ കാലുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു, കൈകൾ മുകളിലേക്ക് പോകും. വാമിംഗ് അപ്പ് ഒക്കെ സെയിം തന്നെയാണ്, എല്ലാ വീഡിയോയില് സെയിം തന്നെയാണ്. അത് നമുക്ക് ചെയ്യാനുള്ളൂ, വേറെ എന്താ ചെയ്യാനുള്ളത്? ഇല്ല, അപ്പൊ അത് ചെയ്യാം. ഓക്കെ, കമോൺ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ശരീരത്തെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. അപ്പൊ അതിന് കൈകൾ ഇങ്ങനെ 2 നീട്ടി പിടിക്കുക. ദാ ഇങ്ങനെ 1 2 കണ്ടോ, ഓരോ കൈയായിട്ട് പുറകോട്ട് കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഒരു കൈ പുറകോട്ട് പോകും, മറ്റേ കൈ നെഞ്ചിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെ ചെയ്യാം. ഏതാണ്ട് കംഫർട്ടബിൾ വെച്ചാൽ അത് ചെയ്യാം. ശരീരത്തെ നന്നായിട്ട് തിരിക്കണം. ഓക്കെ, റെഡി, കമോൺ, ചെയ്യാം. ദാ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ബോഡിയെ കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്യണം. ഇങ്ങനെ സൈഡിലേക്ക് പഞ്ച് ചെയ്യാൻ, ഓരോ വശത്തേക്കായിട്ട് പഞ്ച് ചെയ്യാം. റെഡി, ചെയ്യാം. കമോൺ, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ 1 2 3 4 5
6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഹിപ്പിനെ ഒന്ന് ചെറുതായിട്ട് ചലിപ്പിച്ചു കൊടുക്കണം. ആ ഹിപ്പിന്റെ ഒക്കെ എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഹിപ്പിനെ ചലിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കാലുകൾ ഇങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുവരിക. കണ്ട, ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരിക. ആ ഹിപ്പ് ഒന്ന് ചലിപ്പിച്ചെടുക്കണം. അതാണ് ചെയ്യാം. കമോൺ, ദാ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അത് 10 മതി. അടുത്തത് നമ്മളിങ്ങനെ തന്നിട്ട് കൈകൾ അരക്കട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് കാലിനെ ഒന്നിങ്ങനെ കിക്ക് ചെയ്യാം. അതിങ്ങനെ വല്ലാതെ തെറിപ്പിച്ച് കളയരുത്. ഒരു സുഖകരമായ രീതിയിൽ ഇങ്ങനെ ചെയ്യാം. ആ കാലിൻ്റെ ഒരു ബലം കിട്ടുന്ന രീതി. ഓക്കെ, ചെയ്യാം. ഇതാക്കാമോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ കാലിൻ്റെ ഉപ്പൂറ്റി വേദന മാറാൻ പോലും പറ്റുന്ന ഒരു തരത്തിലുള്ള എക്സസൈസാണ്. അത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ കാലിൻ്റെ ഉപ്പൂറ്റി അല്ലെങ്കിൽ ഈ ഉപ്പൂറ്റി പൊക്കുക, കാൽ വിരലിലൂന്നി പൊങ്ങുക, ഇത്രയേ ഉള്ളൂ. അതോടൊപ്പം കൈയിൻ്റെ ആക്ഷൻ കൂടി നോക്കണം. കൈ ഇങ്ങനെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വേണം. അല്ല, കൈ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ പൊങ്ങുന്നത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഈസി ആയിട്ട് ചെയ്യാവുന്ന. ചെയ്യാം. കമോൺ, ദാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അതും കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ വാമിംഗ് അപ്പ് ഒന്ന് പൂർത്തിയായി. ഇനിയാണ് നമ്മൾ പറഞ്ഞ ആ ഡംബൽ ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ്. അതൊന്ന് ചെയ്യാം. റെഡി? ഇതാ എൻ്റെ കയ്യിലുള്ള ഡംബൽ ഇതാണ്. ഓരോന്നും 2 കിലോ വീതം ഭാരമുള്ളതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നടക്കുന്ന പോലെ നടക്കുക. ഒപ്പം ഈ ഡംബൽ ഇങ്ങനെ ഇതുണ്ട്, എൻ്റെ കൈ പോകും നോക്കണം. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വീശി നടക്കരുത്. ഇത്രയും മടങ്ങാവുള്ളൂ. കൈ പാതി ഇങ്ങനെ മടക്കിയിട്ട് ആ ഡംബൽ പൊക്കുക, താഴ്ത്തുക. കാണാമല്ലോ കൈയിൻ്റെ ചലനം. അതേപോലെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 20 ചെയ്യാം. റെഡി? കമോൺ. യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കാം. ഓക്കെ, ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ദീർഘമായി ശ്വാസം എടുക്കാം. ഡീപ്പ് ബ്രത്ത്. അപ്പൊ നമുക്ക് ആ എനർജി വീണ്ടും കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്തു. അടുത്തത് നമ്മൾ ഈ കാലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക. ഒപ്പം ഈ ഡംബൽ കയ്യിലുണ്ട്, അത് ചലിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കോളണം. ഇത് വേണ്ട, ഇങ്ങനെ ഇങ്ങനെ 1, 2, ഇത് വേണ്ട, ഈ രീതിയിൽ ഇങ്ങനെ നെഞ്ചിനടുത്തേക്ക് അടുപ്പിക്കുക, താഴേക്ക് കൊണ്ടുപോവുക. ഇത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. റെഡി? കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2,
1. ഓക്കെ, അത് കഴിഞ്ഞു. വീണ്ടും 10 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. ഈ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സമയം റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡീപ് ബ്രത്ത് എടുക്കുക, എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്യുക, കാണുക, ചെയ്യുക, അതുപോലെ ചെയ്യാം. ഓക്കെ, നമ്മുടെ സൗകര്യമാണ് പ്രധാനം, നമ്മുടെ കംഫർട്ടാണ് പ്രധാനം. ഓക്കെ, അടുത്തത് നമ്മളിങ്ങനെ നിന്നിട്ട് വെറുതെ ഇങ്ങനെ നടക്കുക. ഒപ്പം ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, ഡമ്പൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കുക, നിവർത്തുക, നടക്കുകയും ചെയ്യും, ഒപ്പം കൈ ഇങ്ങനെ മടങ്ങുകയും ചെയ്യും. ആ ഒരു താളത്തിൽ അങ്ങനെ ചെയ്യാം. റെഡി? കമോൺ, ചെയ്യാം. ഇങ്ങനെ. യെസ്, ഇരുവണ്ണം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അത് കഴിഞ്ഞു. ഈ വെയിറ്റ് ഉപയോഗിച്ചുള്ള ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിനുള്ള പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെയിറ്റ് ട്രെയിനിങ് നിർത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, അത് കഴിഞ്ഞാലും ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഈ ചെറിയ വെയിറ്റ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത. ഒരുപാട് വലിയ വെയിറ്റ് നമ്മൾ എടുക്കണമെന്നില്ല. ഓക്കെ, അതങ്ങനെ ചെയ്യാം. റെഡി? അപ്പൊ നമ്മളിപ്പോ നടന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ? ഇനി നടക്കാൻ പോകുന്നത് ഈ കൈ ഇങ്ങനെയാണ് വരുന്നത്. അത് ഹാമർ പോലെ കണ്ട വ്യത്യാസമുണ്ട്. അതിന്റെ ആ പേശികൾ ചലിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. അതാണ് നടക്കുകയും ഒപ്പം ഇങ്ങനെ ചലിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെയല്ല, ഇങ്ങനെ. റെഡി? നടക്കാം. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. ഓക്കെ, അതും കഴിഞ്ഞു. വീണ്ടും നമുക്ക് ഡീപ് ബ്രത്ത് എടുക്കാം, റെസ്റ്റ് എടുക്കാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ 2 കൈകളും ഒപ്പം ഇങ്ങനെ മടക്കുന്നു. പക്ഷെ കാലിന്റെ ചലനം നോക്കിക്കോളൂ. കണ്ടോ? കാലിങ്ങനെ മുന്നോട്ട് നീട്ടുന്നു, ഈ കാല് മുന്നോട്ട്. ഓരോ കാലും മുന്നോട്ട് നീട്ടുക, പുറകോട്ട് എടുക്കുക. അപ്പോഴൊക്കെ ഈ കൈ ഇങ്ങനെ, കാല് മുന്നോട്ട് പോകുമ്പോൾ കൈ ഇങ്ങനെ മടക്കിക്കൊണ്ട്. മനസ്സിലായോ? അപ്പൊ അതാ ഒരു റെസിസ്റ്റൻസ് കൊടുത്ത് ചെയ്യണം. വെറുതെ ഇങ്ങനെ ആടിയാ പോരാ, ആ ഒരു റെസിസ്റ്റൻസ് കൊടുത്ത് ചെയ്യാം. ഇങ്ങനെ കണ്ടോ? അപ്പൊ ആ കൈക്കൊക്കെ നല്ല ബലം കിട്ടും. റെഡി? ചെയ്യാം. ഇരുവേണം ചെയ്യാം. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാം, വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യാം. നമ്മുടെ ബോഡിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. എൻ്റെ ബോഡിക്കുണ്ടായ അല്ലെങ്കിൽ എൻ്റെ ശരീരഭാരത്തിനുണ്ടായ വ്യത്യാസം അതൊരു ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം. ഒരു വർഷം മുമ്പ് എൻ്റെ ശരീരം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് മാറിയത് എന്നുള്ളതിൻ്റെ ആ ഫോട്ടോ ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അടുത്തത് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ചെയ്യുക. ഒപ്പം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് കാല് പുറകോട്ടാണ് എടുക്കേണ്ടത്. കണ്ടോ? കൈ ഇങ്ങനെ മടങ്ങുന്നു, കാല് പുറകോട്ട് എടുക്കുന്നു. ഇതാണ് വ്യത്യാസം. കാല് ഓരോന്നായിട്ട് പുറകോട്ട് എടുക്കുക. ചെയ്യാം. ആദ്യം നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യാം. റെഡി? ഇരുവേണം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3,
1. ഓക്കെ, അത് കഴിഞ്ഞു. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, 20 seconds റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ നടക്കുക. ഓക്കെ, അടുത്തത് ഈ ഡമ്പൽ കൊണ്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കാലുകൾ അകത്ത് വയ്ക്കുക, കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഡമ്പൽ കൊണ്ട് പഞ്ച് ചെയ്യണം ഇങ്ങനെ സൈഡിലേക്ക്. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യാം. ഓക്കെ, റെഡി? കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. ഓക്കെ, 20 എണ്ണായി. വീണ്ടും റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ചെയ്യുമ്പോൾ അടുത്ത ഡമ്പലിന്റെ ചലനം എങ്ങനെയാണെന്ന് നോക്കണം. കാലുകൾ ഇങ്ങനെ ഒരു ഇത്ര അകത്തി വെച്ചാൽ മതി. ഒരുപാട് അകന്നുകൊണ്ട് ഇത്ര അകത്തി വെച്ചിട്ട് ഈ ഡമ്പൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് 2 കൈകൾ ഇങ്ങനെ പൊക്കുക. കേട്ടാ, ഈ കൈകൾ ഇങ്ങനെ പൊക്കുമ്പോൾ സ്ട്രെയിറ്റ് അല്ല, കൈമുട്ടൽപ്പം മടങ്ങിയാണ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കല്ലോ, ഈ ഷോൾഡർ ലെവലിലേ വരാവുള്ളൂ, ഒരുപാട് പൊങ്ങിപ്പോകരുത്. ഇങ്ങനെ നിൽക്കുക. കണ്ടോ, ഇത്ര മാത്രം. ഇങ്ങനെ ഡമ്പൽ അടുപ്പിക്കുക, മുകളിലേക്ക് പൊക്കുക, അടുപ്പിക്കുക, പൊക്കുക. ഈസി അല്ലേ? വെറുതെ അനങ്ങാതെ നിന്നിട്ട് ചെയ്താൽ മതി. ആ കൈ മാത്രമേ അല്ലെങ്കിൽ ഷോൾഡർ മാത്രമേ ചലിക്കാവുള്ളൂ, കൈയും ഷോൾഡറും മാത്രം. റെഡി? ചെയ്യാം. 20 കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അത് റെസ്റ്റ് കൊടുക്കാം. ഓക്കെ, റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ നിന്നുകൊണ്ട് ചെയ്യാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ? ഫ്രീ ഹാൻഡ് ആയിട്ട്. ഇതിപ്പോ വെയിറ്റ് ഉണ്ടെന്ന് ഒറ്റ വ്യത്യാസം. കൈകൾ ഇങ്ങനെ പിടിക്കുക. ഒരു കാലിങ്ങനെ പൊങ്ങുമ്പോൾ ഈ കൈ ഇവിടെ വരിക. ഇങ്ങനെ 1. കണ്ട, ഇങ്ങനെ ആ ഡമ്പൽ കൊണ്ടൊന്ന് കാലിൽ ഇടിക്കരുത്, വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുക. ഇങ്ങനെ കണ്ട, കാല് മാക്സിമം പൊക്കുക, ആ ഡമ്പൽ മുട്ടിക്കുക, അങ്ങനെ കൈയോടെ മുട്ടിക്കുക. റെഡി? ചെയ്യാം. 20 ചെയ്യാം. കമ്മ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാം. ഒരു 20-25 മിനിറ്റെങ്കിലും ചെയ്യണം എന്നാണ്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ കൈകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചേർത്ത് പിടിക്കുന്നു. കൈകൾ ഇങ്ങനെ പതുക്കെ ഉയർത്തിയിട്ട് ഇത് രണ്ടും കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുകളിൽ തൊടും. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മുകളിൽ ഇങ്ങനെ തൊടുക, തിരിച്ച് താഴെ കൊണ്ടും തൊടുക. ഇങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ശ്വാസത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാം. മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം എടുക്കുക, താഴോട്ട് വരുമ്പോൾ ശ്വാസം വിടുക. ഇത്രേ ഉള്ളൂ. ചെയ്യാം. 20 ചെയ്യാം. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Again. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അതുമായി. ഇതൊക്കെ
ചെയ്ത് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, അതായത് പ്രയാസം തോന്നുകയാണെങ്കിൽ ഡമ്പൽ മാറ്റി വെച്ചിട്ട് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാം. വെറും കൈ കൊണ്ടും ചെയ്യാവുന്നതാണ്. പക്ഷെ ആ ഫുൾ എഫക്റ്റ് കിട്ടണമെങ്കിൽ, അതായത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ വെയിറ്റ് കയ്യിൽ വേണം. ഇനിയിപ്പോൾ 2 ബുദ്ധിമുട്ടാണെങ്കിൽ 1 കിലോ ആയാലും മതി, 1/2 കിലോ ആയാലും മതി, ചെറിയ വെയിറ്റുകളായാലും മതി. ഓക്കെ, ഏതാണ് കൺവീനിയന്റ് എന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീപ് ബ്രെത്ത് എടുത്തു, റെസ്റ്റ് എടുത്തു. അടുത്തത് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോ കൈയായിട്ട് ഈ ലെവലിൽ പൊക്കുക. അല്ല, ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക, ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. ഈസി അല്ലേ ഇതൊക്കെ? സിമ്പിളായിട്ട് ചെയ്യാം. എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. അതാണ് എൻ്റെ കാര്യം. റെഡി? കം ഓൺ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഓക്കെ, വേണ്ടത്ര റെസ്റ്റ് എടുക്കുക. ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ ഈ കൈകൾ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് കാല് കൂടി പൊങ്ങണം. ഇങ്ങനെ കണ്ടോ? കാലിന്റെ മുട്ട് മാക്സിമം പൊക്കുക. ആ വയറിലെ പേശികൾക്കൊക്കെ നല്ല ബലം കിട്ടാനും കൈകൾക്ക് ബലം കിട്ടാനും ചെസ്റ്റിനൊക്കെ നല്ല ബലം കിട്ടാൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാം. റെഡി? കം ഓൺ, ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. വളരെ സിമ്പിൾ അല്ലേ? ആണ്. സിമ്പിൾ ആക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ ആണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ സിമ്പിളാണ്. അയ്യോ ഇതെങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് ചെയ്ത് ശീലിക്കാം. ഓക്കെ, അടുത്തത് ചെയ്യുന്നത് നമ്മൾ ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിക്കാം, ഈ കൈ ഇങ്ങനെ നീട്ടി പിടിക്കാം. 2 കൈയിലും ഡമ്പലുണ്ടെന്ന് വിചാരിച്ചോ, ഓർത്തോളണം. മനസ്സിലായില്ലേ? ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ കാലമായിട്ട് ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. ആ കൈ ഇങ്ങനെ ത്രൂ ഔട്ട് ഒരെണ്ണം പൊങ്ങിയും ഒരെണ്ണം നേരെ നിൽക്കണം. റെഡി? കം ഓൺ, ചെയ്യാം. യെസ്, ഈസി ആയിട്ട്. 1 2 3 4 5 6 7 8 9 10. കൈ മാറ്റി പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. കം ഓൺ. 10 9 8 7 6 5 4 3 2 1. ഓക്കെ, റെസ്റ്റ് എടുക്കുക. അപ്പോൾ അമിത ഭാരം കുറയ്ക്കാനും നേരത്തെ നമ്മൾ പറഞ്ഞ ആ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനും ഒക്കെ ഇത് നല്ലതാണ്. പക്ഷെ അപ്പോൾ ഒരു കാര്യം ഓർത്തോളണം, ഭക്ഷണ നിയന്ത്രണം വളരെ വളരെ അത്യാവശ്യമാണ്. കണ്ടമാനം ഭക്ഷണം വാരി വലിച്ച് കഴിക്കാതിരിക്കുക. പച്ചക്കറികൾ പച്ചയായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, എല്ലാം അതിൻ്റെ വേണ്ടതായ രീതിയിൽ ചെയ്യുക. ഓക്കെ, ഷുഗർ കഴിയാവുന്നത്ര ഒഴിവാക്കുക. അതാണ്. ചായയിൽ പോലും പഞ്ചസാര ഇടാതെ കഴിക്കാൻ പറ്റുമോ നോക്കുക. 6 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ഷുഗർ ഒഴിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നതാണ്, വൈദ്യശാസ്ത്രം പറയുന്നതാണ്. അതുകൊണ്ട് ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ മധുരം ഏത് തരത്തിലുള്ളതാണെങ്കിലും ഒഴിവാക്കുക, അതാണ് നല്ലത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റിയ ഈ കൈകൾ ഇങ്ങനെ പിടിക്കണം. 2 ഡമ്പലും ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ മുകളിലേക്ക് പൊക്കുക, താഴ്ത്തുക, മുകളിലേക്ക് പൊക്കുക, താഴ്ത്തുക. ഈസി അല്ലേ? ചെയ്യാം. കം ഓൺ, എന്നോടൊപ്പം. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1.
ഓക്കെ, ഈസി ആയിട്ട് വയ്ക്കുക. ഡംബൽ മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ആ സ്ട്രെച്ചിങ്സ് ചെയ്യണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വലത് കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി പിടിക്കുക, അത് ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക, അതിനെ ഇടത് കൈക്കുള്ളിൽ ആക്കുക. എന്നിട്ട് നോക്കിക്കോളാം, ഈ കൈപ്പത്തി ചലിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ 1 2. അപ്പൊ കൈ മുഴുവനും നമുക്ക് സ്ട്രെച്ചിങ് ആണ് കിട്ടുന്നത്. നിർബന്ധമായിട്ട് ചെയ്യണം അത്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ആ കൈ താഴ്ത്തുക, ഇടത് കൈ മുന്നോട്ട് നീട്ടുക, വലത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക, വലത് കൈക്കുള്ളിലാക്കുക, ആ കൈപ്പത്തി ചലിപ്പിക്കുക. റെഡി? 10 9 8 7 6 5 4 3 2 1. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യുന്നത് കൈകൾ രണ്ടും ഇങ്ങനെ കോർത്ത് പിടിക്കുക. കൈകൾ രണ്ടും ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. നന്നായിട്ട് കൈവെള്ള ആകാശത്തേക്ക് വരുന്ന രീതി വലിച്ചു പിടിക്കുക. ടോട്ടൽ ബോഡിയെ സ്ട്രെച്ച് ചെയ്യുക. കേട്ടോ? അങ്ങനെ 5 4 3 2 1. ഓക്കെ, പതിയെ കൈ താഴ്ത്തുക, കാലുകൾ കുറച്ചുകൂടി അകത്തി വയ്ക്കുക. ഇപ്പൊ ചെയ്ത പോലെ തന്നെ കൈകൾ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക, നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക, വലത് കാൽപാദം വലതുവശത്തേക്ക് വയ്ക്കുക, രണ്ട് കൈകളെയും ആ വലത് കാലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മാക്സിമം താഴ്ത്തി കൊടുക്കുക. കണ്ടോ? 5 4 3 2 1. പതിയെ നേരെ വരാം. ആ കാല് നേരെ വയ്ക്കുക, ഇടത് കാൽപാദം ഇടതുവശത്തേക്ക് വയ്ക്കുക, രണ്ട് കൈകളെയും ആ ഭാഗത്തേക്ക് ചെരിഞ്ഞു കൊടുക്കുക. 5 4 3 2 1. ഓക്കെ, പതിയെ നേരെ വരാം, കൈ താത്തിടുക. അടുത്തൊരു സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ കാലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക, വലത് കൈ അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക, ഇടത് കൈ ചെവിയോട് ചേർക്കുക, ആ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കൊടുക്കുക മാക്സിമം. അങ്ങനെ 5 4 3 2 1. പതിയെ നേരെ വരാം, ഇടത് കൈ അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക, വലത് കൈ ചെവിയോട് ചേർക്കുക, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കൊടുക്കുക. 5 4 3 2 1. പതിയെ നേരെ വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രെച്ചിങ്സും കൂടി ആകുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ജീവിതശൈലി രോഗങ്ങളെ തരണം ചെയ്യാം. അതിനുശേഷം പെട്ടെന്ന് അവസാനിപ്പിച്ച് കളയരുത്. പതുക്കെ ഇങ്ങനെ നിലത്ത് ഇരിക്കാം. ഇരുന്ന ശേഷം പതുക്കെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കിടക്കുക. ആ കിടന്ന് ശരീരത്തെ മുഴുവനും ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പൊ അതിനാദ്യം ചെയ്യേണ്ടത് കൈകൾ ഇങ്ങനെ തലയുടെ പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് കാലിനെയും ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. രണ്ട് കാൽമുട്ടുകളെയും ആദ്യം വലതു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക, ദെൻ നേരെ വരിക, മറുവശത്തേക്ക് കൊണ്ടുപോവുക. ഇതിങ്ങനെ ചെയ്യണം. ഇങ്ങനെ. അപ്പൊ ഈ കാല് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തല പോകണം. ഇങ്ങനെ പോകുമ്പോൾ അങ്ങോട്ട് നോക്കുക, കാല് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കുക. ഇങ്ങനെ ഒരു 10 തവണ ചെയ്യാം. കമോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, പതുക്കെ കാലുകൾ ഇങ്ങനെ വയ്ക്കുക, കൈകളൊന്ന് കോർത്ത് പിടിക്കുക, നേരെ പിന്നിലേക്ക് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. ഓക്കെ, കൈകൾ പതുക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സാവധാനം കാലുകൾ രണ്ടും നീട്ടിവെച്ച് സുഖകരമായി കിടക്കുക. ഇതിനാണ് യോഗനിദ്ര അല്ലെങ്കിൽ ശവാസനം എന്ന് പറയുന്നത്. ഉറക്കക്കുറവ്, ഏകാഗ്രതക്കുറവ്, ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞു കുറഞ്ഞു വരിക, ഇതിൽ നിന്നൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് ശവാസനം. ഇവിടെ ഞാനൊരു ലഘു ശവാസനം പറയാം. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കിടന്നിട്ട് കണ്ണടച്ച് കിടന്നാൽ മതി. ആ മൊബൈൽ കേൾക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ ഏറ്റവും നല്ലത്. ശരീരം മുഴുവനായും അയച്ചിട്ട് കിടക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും എടുത്തു വിടുമ്പോൾ മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തതയിലേക്ക് പോകുന്നു.
മനസ്സിനെ ശാന്തമാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശാന്തമായ മനസ്സിന് മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. അനാവശ്യമായ ടെൻഷൻസ്, അനാവശ്യമായ ആങ്സൈറ്റി, അതുമൂലം ഉണ്ടാകുന്ന ഡിപ്രഷൻ ഇപ്പോ ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരം ഡിപ്രഷൻസ് ഒക്കെ ഒഴിവാക്കാൻ ഇതേപോലെ ശരീരത്തെ മുഴുവനായും നന്നായി ജോലി ചെയ്യുക, അതായത് നന്നായിട്ട് ഈ കായിക അധ്വാനം അല്ലെങ്കിൽ നന്നായിട്ട് വ്യായാമം ചെയ്യുക, അതിനുശേഷം ഈ ഒരു ശവാസനം ശീലിക്കാം. ഇപ്പോ മനസ്സ് ശാന്തമായി വരികയാണ്. അങ്ങനെ കിടന്നുകൊണ്ട് മനസ്സിലേക്കൊരു നല്ല ചിന്തയെ കൊണ്ടുവരിക. എന്താണ് നല്ല ചിന്ത വേണ്ടത്? ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്ത്. ഏത് സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിലും കടിച്ചു പിടിച്ച് സഹിച്ചു നിൽക്കുക എന്നുള്ളതല്ല. അതെന്താണ് ആ സാഹചര്യം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ആ സാഹചര്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകുള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ്, അല്ലെ? ഒഴിവാക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട്. നമ്മുടെ കയ്യിൽ കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള കഴിവാണ് ഏറ്റവും അത്യാവശ്യം, അല്ലെ? അപ്പോ ആരോഗ്യത്തോടൊപ്പം, ശരീരത്തിന്റെ ആരോഗ്യത്തോടൊപ്പം മനസ്സിന്റെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ യോഗ നിദ്ര ശീലിക്കാം. ഇപ്പൊ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടന്നിട്ട് ഇത് തന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞാൽ മതി. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട്. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി അങ്ങനെ കിടന്നിട്ട് പതുക്കെ നമുക്ക് യോഗ നിദ്രയിൽ നിന്നും ഉണർന്നു വരണം. അതിനാദ്യം ചെയ്യേണ്ട കാലുകളൊന്ന് ചലിപ്പിക്കുക, കാലുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ കോർത്തു പിടിച്ച് പിന്നിലേക്ക് നീട്ടി വലിച്ച് ഒരു നല്ല സ്ട്രെച്ച് കൊടുക്കുക. ഓക്കെ, പതിയെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരാം. എങ്ങനെയാണോ നമ്മൾ കിടന്നത് അതുപോലെ തന്നെ എഴുന്നേറ്റ് വരണം. ഒരു വശത്തേക്കൊന്ന് ചരിഞ്ഞിട്ട് പതിയെ എഴുന്നേറ്റ് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഇരിക്കുക. ചമ്രം പടിഞ്ഞ് സുഖാസനത്തിലിരിക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. മുഖവും നെറ്റിയും പുരുകങ്ങളും അയച്ചിടുക. അതിനുശേഷം കൈകൾ തൊഴുതു പിടിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന, നിങ്ങളുടെ മത ആചാരങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥന ആവാം. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ, അല്ലെ? ആ ഒരു പ്രപഞ്ച ശക്തിയോട് നമ്മൾ ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. എന്ത് റിക്വസ്റ്റ് ആണ്? നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കാൻ, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അതിനുള്ള കരുത്ത് തരണമേ എന്നാണ് നമ്മൾ ആ ശക്തിയോട്, അതിന് നമുക്ക് എന്ത് പേരിൽ വേണമെങ്കിലും വിളിക്കാം, ആ ശക്തിയോട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം പതിയെ കൈകളൊന്ന് കൂട്ടി എങ്ങനെ ചൂടാക്കി എന്നിട്ടൊന്ന് കണ്ണിലേക്ക് വയ്ക്കുക. ദെൻ ഒന്നുകൂടെ ചൂടാക്കി മുഖം ഒന്ന് പതുക്കെ ഒഴിഞ്ഞെടുക്കുക. ദെൻ കഴുത്തിന്റെ പിന്നിലേക്ക് കൊണ്ടുപോവുക. ദെൻ തോളുകളിലൂടെ കൈത്തണ്ടയിലൂടെ ഇങ്ങനെ താഴ്ത്തിയെടുക്കുക. ദെൻ ഒന്നുകൂടെ ചൂടാക്കി മുതുകിലേക്ക് പോയി അരക്കെട്ടിലൂടെ കാലുകളിലേക്ക് ഒന്ന് അങ്ങനെ കൈകൾ താഴ്ത്തി വെച്ചിട്ട് നല്ല ഉത്സാഹത്തോടെ നമ്മൾ മനസ്സിൽ പറഞ്ഞ ആ പോസിറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടാവണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി നല്ലൊരു ചിരിയോടുകൂടി പതുക്കെ പതുക്കെ കണ്ണുകൾ അങ്ങനെ തുറന്നു വരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത് നോക്കി ചെയ്തിട്ടില്ല എങ്കിൽ മടി വിചാരിക്കരുത്, തുടർച്ചയായിട്ട് ചെയ്യുക. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ. അപ്പോ നമുക്കത് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.